ഈ CMRL എക്സാലോജിക് ഇടപാടിനെ കൃത്യമായി ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത് CPI സംസ്ഥാന സെക്രട്ടറിയാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ജയ്ക്ക് അല്ലെങ്കിൽ CPM ആണല്ലോ ഈ ഇടപാട് സംബന്ധിച്ച് മറുപടി പറയേണ്ടത്. ROC രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സാലോജിക്കിനും വീണ തൈക്കണ്ടിയിലും സമയവും സാവകാശവും ഒക്കെ വിശദീകരിക്കാൻ നൽകിയിരുന്നു. വീണ വിജയന്റെ ITR, അതുപോലെ തന്നെ GST റിട്ടേൺസ്, ഈ എഗ്രിമെന്റ്, ഇവയാണ് രേഖയായിട്ട് ROCയുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ROC ആവശ്യപ്പെട്ടത് ഈ എന്തൊക്കെ സേവനങ്ങൾ നൽകി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറസ്പോണ്ടൻസ് അടക്കമുള്ള മറ്റ് രേഖകളാണ്. അതൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്നൊക്കെ ഈ കമ്പനി ഒഴിഞ്ഞു മാറി. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ എളുപ്പത്തിൽ വിശദീകരിക്കാൻ കഴിയുന്ന ചില ചോദ്യങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ ആണ് എനിക്ക് ചോദിക്കാനുള്ളത്. JK, എന്ത് സോഫ്റ്റ്വെയർ സംവിധാനമായിരുന്നു എക്സാലോജിക്കിൽ നിന്ന് ഈ CMRL കമ്പനിക്ക് വേണ്ടത്? CMRL കമ്പനിയുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കൺസൾട്ടൻസി റിക്വയർമെന്റ് എന്തായിരുന്നു? ആ റിക്വയർമെന്റ് ആവശ്യപ്പെട്ടിട്ട് അവർ പരസ്യം കൊടുക്കുകയോ ഏതെങ്കിലും കമ്പനികളെ സമീപിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ CMRLന്റെ റിക്വയർമെന്റിന് അനുസരിച്ച് സർവീസ് കൊടുക്കാൻ കോമ്പീറ്റന്റ് ആയിട്ടുള്ള കമ്പനിയാണോ ഈ വീണ വിജയന്റെ എക്സാലോജിക്ക്? ആ തരത്തിലുള്ള ഒരു സർവീസിന് എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണോ വീണ വിജയന്റെ എക്സാലോജിക്ക്? എന്നിട്ട് ഇതനുസരിച്ചിട്ടുള്ള സർവീസ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യം മൗലികമായി ആൻസർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി എന്തും നമുക്ക് വിശദീകരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. അങ്ങയുടെ ചോദ്യത്തിന് ഇതിനോടകം തന്നെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് CPMന്റെ പ്രതിനിധികളായി മുന്നും പിന്നും ഈ ചർച്ചയിൽ പങ്കെടുത്തുള്ള ആളുകൾ മറുപടി പറയാൻ ശ്രമിച്ചിട്ടുള്ളതുമാണ്. എന്തായാലും ഇരിക്കട്ടെ, ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷേ സമയമെടുത്തുകൊണ്ട് സ്വാഭാവികത എന്ന വണ്ണം കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധികളായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ട് സഹപാനലിസ്റ്റുകളും ഉയർത്തിക്കാട്ടിയ പല വിഷയങ്ങളെ സംബന്ധിച്ചും അവർക്ക് പ്രതികരണം ഏതുമില്ല. ഇന്ററിം സെറ്റിൽ ബോർഡും ഹൈക്കോടതിയുടെ ആവശ്യത്തെ തുടർന്ന് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള ഇത്തരത്തിൽ 3 അംഗ വിദഗ്ധ അന്വേഷണ സമിതിയിൽ നിന്ന് ഒരാളുടെ മാത്രം അന്വേഷണ റിപ്പോർട്ട് ലീക്ക് ചെയ്യപ്പെട്ട് BJP നേതാവിന്റെ കാൽക്കീഴിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന് മാത്രം ബ്രേക്ക് ചെയ്യപ്പെട്ട് കിട്ടുകയും പിന്നീട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട വന്ന പശ്ചാത്തലം, ഇപ്പോൾ വന്ന റിപ്പോർട്ടല്ല, കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ പുറകിൽ വന്ന റിപ്പോർട്ട്, അതിന്റെ പശ്ചാത്തലം BJP നേതാവിന് മിണ്ടാട്ടമില്ല. ഇരിക്കട്ടെ, നമുക്ക് ഈ കേസിന്റെ ആദ്യ നാൾവഴികൾ മുതൽ പരിശോധിക്കാം. ഈ കേസിൽ പരാതി വന്ന കാലഘട്ടം മുതൽ ഈ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ സഹയാത്രികനും സഹപ്രവർത്തകനും ഒക്കെയാണല്ലോ മൂവാറ്റുപുഴ MLA. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആരോപണം എന്തായിരുന്നു? ഇത് മാസപ്പടിയാണ് എന്നുള്ളതായിരുന്നില്ലേ? മാസപ്പടിയാണ് എന്നുള്ള ആരോപണം കേരളത്തിൽ അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടെ പല കോൺഗ്രസ് നേതാക്കന്മാരും തൊണ്ട തൊടാതെ വിഴുങ്ങിയെന്ന് മാത്രമല്ല, തൊണ്ട തൊടാതെ വിഴുങ്ങിയ ആരോപണങ്ങൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ മത്സരിച്ചേറ്റെടുത്തു. ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് പോലെ ഇന്ററിം സെറ്റിൽ ബോർഡും അല്ലെങ്കിൽ മറ്റ് സംഘങ്ങളും ചേർന്ന് വെളുപ്പിച്ചെടുക്കാൻ നോക്കിയ 171 കോടി രൂപ മാധ്യമങ്ങൾക്ക് 171 കോടി രൂപ ക്ഷേത്രങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക് 16 കോടി, മറ്റു ചെലവുകൾക്ക് 39 കോടി, ഇതിൽ നിന്ന് 70% ഇളവ് കൊടുത്ത് സെറ്റിൽ ചെയ്തെടുത്ത് വെളുപ്പിച്ചെടുത്ത അനുഭവമല്ല ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. വീണ വിജയന് വീണയ്ക്ക് AMC മുഖാന്തരം, ആനുവൽ മെയിൻ്റനൻസ് കരാർ മുഖാന്തരം 2 കമ്പനികൾ തമ്മിൽ രേഖാമൂലം സർവീസ് പ്രൊവൈഡ് ചെയ്തതിനെ തുടർന്ന് മാറിയ 1 കോടി ചില്ലറ ലക്ഷം രൂപയെ സംബന്ധിച്ചായിരുന്നു ഇവർക്ക് ആകെ ആശങ്ക. ആ 1 കോടി ചില്ലറ ലക്ഷം രൂപയെ സംബന്ധിച്ചാണ് നമ്മുടെ നാട്ടിൽ മൂവാറ്റുപുഴ MLAയും കോൺഗ്രസ് നേതാക്കന്മാരും, അല്പവിഭവന്മാരായ കോൺഗ്രസ് നേതാക്കന്മാരും മാസപ്പടി എന്ന് അലറി വിളിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമ ഫ്ലോറുകളിൽ കയറി ഇറങ്ങി നടന്നു. പ്രത്യേകത എന്താണ്? മാസപ്പടിയല്ല, സർവീസ് കൊടുത്തതിന് ലഭ്യമാകേണ്ട തുക ബാങ്ക് അക്കൗണ്ട് വഴി ലഭിച്ചതാണ് എന്ന് മനസ്സിലാക്കി. ഇല്ലേ? ബാങ്ക് അക്കൗണ്ട് വഴി മാസപ്പടി ആരും വാങ്ങില്ല എന്നുള്ളത് വിവരവും ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. എത്ര കോൺഗ്രസുകാർക്കും BJPക്കാർക്കും മനസ്സിലാകുന്നത് എനിക്കറിയില്ല. അത് അവരവരുടെ അവസരത്തിൽ അവർ വിശദീകരിക്കേണ്ടതാണ്. ഇത് ROC രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ, ഡ്യൂബിയസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞത്. ആരെങ്കിലും സേവനത്തിന് കൊടുത്ത പ്രതിഫലം ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതിനെ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുമോ? അതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. രാഷ്ട്രീയക്കാർ പറയുന്നതൊക്കെ പോട്ടെ. അങ്ങ് ഇടപെടുന്നത് യഥാർത്ഥത്തിൽ എന്റെ മറുപടിക്ക് അലോസരം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അങ്ങയുടെ ചോദ്യം നിഷ്കളങ്കവും സത്യസന്ധവുമാണ് എന്നുള്ളത് കൊണ്ട്, ഉന്നതമായ മാധ്യമ പ്രവർത്തനത്തിന്റെ അന്തസ്സിൽ നിന്ന് പിറവിയെടുക്കുന്നതായതുകൊണ്ട് ഞാനതിന് മറുപടി പറയാം. അതായത് പ്രേക്ഷകർ മനസ്സിലാക്കണം, 2 കമ്പനികൾ തമ്മിൽ ആനുവൽ മെയിൻ്റനൻസ് കരാറ് പ്രകാരം ഏർപ്പെടുകയും അതിൽ നിന്ന് 2 കമ്പനികൾ തമ്മിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും ഒരാൾ സ്വീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് നൽകിയ സർവീസിന്റെ പ്രതിഫലം എന്ന വണ്ണം കരാർ പ്രകാരം ബാങ്ക് അക്കൗണ്ട് വഴി സ്റ്റേറ്റ് GSTയും ഒക്കെ അടച്ച് കരാർ പ്രകാരം ബാങ്ക് അക്കൗണ്ട് വഴി തുക ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് കർണാടക ROCക്ക് ഇപ്പൊ സംശയം. ഫ്രോഡലന്റ് അല്ലേ, ഡ്യൂബിയസ് അല്ലേ എന്നുള്ളത്. പക്ഷെയോ 100 കണക്കിന് കോടി രൂപ ഒരു കണക്കും ഒരു രേഖയും ഇല്ലാതെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിക്കും BJPയുടെ മുഖപത്രത്തിനും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും ഒക്കെ കൊടുക്കാം.
കേരളത്തിലെ മറ്റ് മാധ്യമങ്ങൾക്ക് കൊടുക്കാം, കേരളത്തിലെ ആരാധനാലയങ്ങൾക്ക് കൊടുക്കാം. അതിനെ സംബന്ധിച്ച് അത് ഫ്രോഡുലന്റ് അല്ല, അത് ഡൂബിയസ് അല്ല. അത് 1 കോടിയാണോ? അത് 100 കണക്കിന് കോടി രൂപയാണ്. അതിന് തെളിവുണ്ടോ? അതിന് തെളിവില്ല. ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ബാങ്ക് അക്കൗണ്ട് ഇല്ല. GST ഉണ്ടോ? GST ഇല്ല. ഒപ്പം ഒരു തെളിവുമില്ലാതെ 100 കണക്കിന് കോടി രൂപ ചെലവാക്കിയതിനെ സംബന്ധിച്ച് ROCക്ക് ഫ്രോഡുലന്റുമില്ല, ROCക്ക് ഡൂബിയസുമില്ല. എന്നാൽ കേരള മുഖ്യമന്ത്രിയുടെ ഇത് മര്യാദകേടാണ്. ഇത് ശുദ്ധ മര്യാദകേടാണ്. ഇത് ശുദ്ധ മര്യാദകേടാണ് അങ്ങ് കാണിക്കുന്നത്. നേരത്തെ ഞാൻ വായിച്ചു കേൾപ്പിച്ചതാണ്. താങ്കൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷനും അന്വേഷിക്കണം എന്നാണ് ROC പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ ഏജൻസികൾ തന്നെ, CBI-യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ. അതിനെ സംബന്ധിച്ച് എവിടെയാ ഫ്രോഡിൽ എന്നത് പറഞ്ഞേ? എവിടെയാ ഡൂബിയസ് എന്ന് പറഞ്ഞേ? ആ പ്രയോഗം ടി വീണയുടെ എക്സാലോജി കമ്പനി AMC പ്രകാരം കൊടുത്ത കരാർ ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് GST അടച്ചു വാങ്ങിയ തുകയെ സംബന്ധിച്ചല്ലേ പരമപരിശുദ്ധന്മാരായിട്ടുള്ള കർണാടക ROC ഫ്രോഡുലന്റ് ഡൂബിയസ് എന്ന് പറഞ്ഞത്? കേരളത്തിൽ BJPയുടെ മുഖപത്രത്തിന് കാശ് കൊടുത്തതും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും BK കുഞ്ഞാലിക്കുട്ടിയും മറ്റാളുകളും കേരളത്തിലെ പത്രമാധ്യമങ്ങളും ക്യൂ നിന്ന് കാശ് വാങ്ങിയതും ഫ്രോഡുലന്റ് അല്ല, ഡൂബിയസ് അല്ല. അതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇതല്ല ഇരട്ടത്താപ്പ്. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ പലർക്കും പൊള്ളുന്നു അല്ലേ? വസ്തുതാപരമായി തന്നെ ശരിയല്ല. ഞാൻ വേണമെങ്കിൽ ആ വാചകം ഒന്ന് വായിക്കാം. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദ സ്കെയിൽ ഓഫ് ഡ്യൂബിയസ് ട്രാൻസാക്ഷൻ മേ ബി മച്ച് ലാർജർ ഇൻ CMRL. ഒന്നുകൂടെ വായിക്കാം. ദ സ്കെയിൽ ഓഫ് ഡ്യൂബിയസ് ട്രാൻസാക്ഷൻസ് മേ ബി മച്ച് ലാർജർ ഇൻ CMRL. CMRL-ന് പണ്ട് മുതലേ ഉള്ള ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ഒക്കെ ഡ്യൂബിയസ് ആയിരിക്കും, അത് അന്വേഷിക്കണം എന്നാണ് ഈ ROC പറഞ്ഞത്. അല്ലാതെ വീണ വിജയന്റെ ട്രാൻസാക്ഷൻ ഡ്യൂബിയസ് മറ്റേതൊക്കെ എന്ന കുഴപ്പമില്ല എന്നല്ല. ഇപ്പൊ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഒക്കെ ഒന്ന് തന്നെയാണ്. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അതായത് ടി വീണയ്ക്ക് എക്സാലോജി കമ്പനിയും CMRL-ഉം തമ്മിൽ ആനുവൽ മെയിൻ്റനൻസ് കരാർ പ്രകാരം ബാങ്ക് അക്കൗണ്ട് വഴി സുതാര്യമായി ട്രാൻസ്ഫർ ചെയ്ത തുകയും GST അടച്ച തുകയെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു രേഖയുമില്ലാതെ, ഒരു ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫറും ഇല്ലാതെ, ഒരു രസീതുമില്ലാതെ കേരളത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും ആരാധനാലയങ്ങളും മാധ്യമങ്ങളും കൈപ്പറ്റിയ പണത്തെ കൂടെ കുറിച്ചാണ് ആര് പറയുന്നത്? കർണാടക ROC പറയുന്നത് അല്ലേ? അങ്ങനെ പറ. അല്ലെങ്കിൽ അങ്ങയുടെ വ്യാഖ്യാനം കേൾക്കുമ്പോൾ തോന്നും ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാത്രമാണല്ലോ എന്ന്. അല്ല, മറ്റേ കാര്യം സ്പെസിഫിക് ആയി പറയുന്നുണ്ട്, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഇത് നമ്മൾ വെറുതെ ഒരു വാക്കിൽ പിടിച്ച് തർക്കിച്ചിട്ട് കാര്യമില്ല. ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ല. ശരിക്കും ഇടവേള എടുക്കാനുള്ള സമയം അതിക്രമിച്ചു.